പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Whose leadership and vision continue to inspire us. With great honor, I invite you, sir. സയൻസിന്റെ ആഘോഷമാണ്. വേൾഡ് ഓസോൺ ഡേയിൽ തുടങ്ങി നാഷണൽ സയൻസ് ഡേയിൽ പൂർത്തീകരിക്കുന്ന ഒരു പല പ്രോഗ്രാമുകളിലും ആഘോഷത്തിന്റെ ഭാഗമാണ്. സയൻസിന്റെ കോൺടെസ്റ്റില് നല്ല വർക്കാണ് കോളേജിൽ ചെയ്തത്. ഏകദേശം 2020-19 മുതൽ നല്ല രീതിയിൽ പ്ലാൻഡ് വർക്കാണ് കോളേജിൽ നടന്നിരിക്കുന്നത്. അത് അതിന്റെ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. അല്ലെ ഞാൻ വരില്ല. കാരണം എന്തിനാണ് ഈ ഓസോൺ മാറിയ നമുക്കുണ്ട്. നമ്മളിപ്പോൾ അവരോട് കളിക്കുന്നത് ഓസോൺ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കളക്റ്റീവായിട്ട് ചെയ്യാൻ കൺട്രോൾ സാധ്യമാവില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. I pledge to be a responsible global citizen. The ozone layer. I will reduce my use of ozone-depleting substances. ഗോളാണ് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ നമുക്കുള്ള ഒരു ഓസോൺ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട തരത്തിൽ അതിനൊരു ഡിപ്ലീഷൻ വരാത്ത വിധത്തിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നൽകാൻ പറ്റും. നമ്മളുടെ നേർക്ക് വിരൽചൂണ്ടുന്നത് ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു എന്ന ചോദ്യത്തിൽ തന്നെയാണ് കുറിക്കുന്നത്. നമുക്ക് നിസ്സംശയം ഫിസിക്കൽ സയൻസ് ക്ലാസ് റെപ്രസെന്റേറ്റീവായ മിസ് ശ്രേയ കെ ശ്രേയ കോർഡിനേറ്റർ എന്ന നിലയിൽ എന്റെയും ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. ശരിയാണല്ലോ. അപ്പൊ സണ്ണിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 600 മില്യൺ മെട്രിക് ടൺസ് ഓഫ് ഹൈഡ്രജൻ സണ്ണല്ലേ അത്രയും സണ്ണാണ്. ഇത് നമുക്കറിയാം. ഒരു 70 നമ്മൾ ഒരു അടുപ്പിൽ വെച്ചാൽ ഒരു ഫർമസിൽ വെച്ച് ആദ്യം റെഡ് പോണ്ട് ആവും, പിന്നെ വൈറ്റ് പോണ്ട് ആവും. കണ്ടിട്ടുള്ളത് ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഹീറ്റ് റെഡി ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാം. അപ്പൊ ഏരിയ കൂടുമ്പോൾ സംഭവിക്കും. ഇതാണ് സൺ, ഇതാണ്. അപ്പൊ ഇക്വേറ്ററിലാണ് സൺലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. സ്ട്രൈറ്റ് ഇവിടെ വരുമ്പോൾ വേണ്ട ഏരിയ കൂടിയില്ലേ, ഈ സ്ഥലത്ത് ഏരിയ കൂടുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഹീറ്റ്. ഈ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് എന്താണെന്ന് സംഭവിക്കും. ഇവിടെ തണുപ്പാണ്, ഇവിടെ ചൂടാണ്. അപ്പൊ ചൂട് സ്ഥലത്ത് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത് സണ്ണിന്റെ സ്പെക്ട്രം. ഇത് ഭൂമി ചൂടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് പുറത്തേക്ക് പോകും. ശരിയാണല്ലോ. അപ്പൊ അതാണ് ലോങ് വേവ്. ലോങ് വേവിന് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഹീറ്റ് റേഡിയേഷൻ. അപ്പൊ സണ്ണെന്ന് വരുന്നത് വിസിബിളും അൾട്രാവയലറ്റും. പക്ഷേ സൂര്യപ്രകാശം മാക്സിമം ആവുമ്പോഴാണ് മാക്സിമം ആവുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതാണ് വ്യത്യാസം. അതായത് ഗ്രൗണ്ട് ചൂടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിന്ററിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓസോൺ ഉണ്ടാകുന്നത്. സാധാരണ സമ്മറിലല്ലേ വേണ്ടത്, കാരണം സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ സമ്മറിലല്ലേ. അതെന്തായിരിക്കും വിന്ററിൽ ഇത് കൂടാനുള്ള കാരണമാണ്. അതാണ് മനസ്സിലായോ. അപ്പൊ ഇതാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഓസോൺ കിട്ടുന്നത് നമുക്ക് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി മാസം. ഇതാ ശരിക്കും പറഞ്ഞത് നോക്കിയാൽ മതി. ഇല്ല ഓസോൺ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് മാക്സിമം സോളാർ ഇഷ്യൂസിന്റെ രാവിലെ ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഓസോൺ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പറയുന്നത് തിയറി ശരിയാണ്. ആ ഫോട്ടോ കെമിസ്ട്രി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇത് ടോട്ടൽ ഓസോൺ എടുത്തു കഴിഞ്ഞാൽ 2 കൂടും. ബയോഡൈവേഴ്സിറ്റിയുടെ പ്രശ്നം മനസ്സിലായല്ലോ. ഇതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. പവിഴപ്പുറ്റുകൾ ആ സാധനം. ഇത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ ശരിക്കും ഇങ്ങനെയാണ് ഈ കളർ വേണ്ടത്. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പേ പോരാ, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് ബ്ലീച്ച് ചെയ്ത് പോയി. ഇത് മൊത്തം പോവാണ്. കാരണം കടലിലെ വെള്ളം അസിഡിക് ആവും. അപ്പൊ അത് ബ്ലീച്ച് ചെയ്ത് പോവാണ്. മനസ്സിലായോ. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതാണ് ഇതിന്റെ
ഒരു ഒരു അതായത് പൊല്യൂഷൻ ഉണ്ടാകുന്നു, പൊല്യൂഷൻ ഇങ്ങനെ വരുന്നു, ഇതിനെ നശിപ്പിക്കുന്നു, ഇത് തിരിച്ചും പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നു. ഈ ഓസോൺ ദിനത്തിന്റെ പ്രാധാന്യം അത് നമ്മുടെ ജീവിതത്തിലൂടെ ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകമായി